നിന്ന് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇലകളുടെ പ്രചാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഓണാഘോഷത്തിൽ വാഴയില ഒരു അവിഭാജ്യ ഘടകമാണ്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം നെടുമങ്ങാട് കുപ്രസിദ്ധ ഗുണ്ടാ സ്റ്റംപർ അനീഷ് അറസ്റ്റിൽ. പിടിച്ചുപറി, കൂലിത്തല്ല്, ബഹളമുണ്ടാക്കൽ, സ്ത്രീകളെ ശല്യപ്പെടുത്തൽ തുടങ്ങി 30ഓളം കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. ചിറ്റൂർ സ്വദേശി രത്നാകരനാണ് പിടിയിലായത്. ജോലിയുടെ ഭാഗമായി വീട്ടിലെത്തിയ ജീവനക്കാരിയോട് പ്രതി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരി ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പൊതുജനങ്ങൾ നേരിടുന്ന യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കാനും ഗതാഗതം ശക്തിപ്പെടുത്താനുമാണ് സദസ്സ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ തലവടി സ്വദേശി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുളയ്ക്ക് രാജ്യാന്തര സേവന പുരസ്കാരം. കൊൽക്കത്ത മിഷണറീസ് ഓഫ് ചാരിറ്റി ആസ്ഥാനത്തായിരുന്നു ചടങ്ങ്. ഇന്റർനാഷണൽ ചാരിറ്റി സർവീസസ് അവാർഡ് ചെയർപേഴ്സൺ വിൽഡാനി കുപ്പിഡോൺ പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ അന്തിക്കാട് ആടിനെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. കൂട്ടത്തോടെ എത്തിയ 7ഓളം തെരുവ് നായ്ക്കളാണ് ആക്രമിച്ചത്. അന്തിക്കാട് സ്വദേശി പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള ആടാണ് ചത്തത്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ സഹകരണ സംഘത്തിന്റെ ഓണവിപണി ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡ് വഴി സാധന സാമഗ്രികൾ ശേഖരിച്ചാണ് വിതരണം. 12 ഇനം പലചരക്ക് സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ കിറ്റിലാക്കി വിതരണം ചെയ്യുന്നത്. തൃശൂർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ശ്രീ VN വാസവൻ നിർവഹിച്ചു. ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി. ADGP RSS കൂടിക്കാഴ്ചയെ CPIഎമ്മുമായി കൂട്ടിക്കെട്ടണമെന്ന് MV ഗോവിന്ദൻ. സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന വാദം അസംബന്ധമെന്ന് ആവർത്തിച്ചു CPIഎം സംസ്ഥാന സെക്രട്ടറി. എല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന VD സതീശൻ. സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 4ാം ദിനവും കുടിവെള്ളമില്ലാതെ വലഞ്ഞ് തലസ്ഥാനവാസികൾ. നഗരത്തിൽ ജലവിതരണം വൈകും. പുലർച്ചെ ആരംഭിച്ച പമ്പിംഗ് നിർത്തിവെച്ചു. നടപടി വാൾവിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് 4 മണിയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കിയ നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിൽ. കുഞ്ഞിന് 2 ദിവസം പ്രായം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. പരാതിക്കാരിയെ പീഡനം നടത്തുന്നുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തും. ഇടുക്കി ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ നാട്ടുകാർ. അതീവ പരിസ്ഥിതി ലോല മേഖലയിലെ കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയെന്ന ആരോപണം. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ. മണിപ്പൂരിൽ അതീവ ജാഗ്രത തുടരുന്നു. ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിച്ച് പോലീസ്. സേനാ ഹെലികോപ്റ്ററുകളുടെ നിരീക്ഷണവും തുടരുന്നു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി N ബീരേൻ സിംഗ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബെലാറൂസ് താരം അരീന സബലങ്കയ്ക്ക്. ജയം US താരം ജെസിക്ക പിഗ്ലിയെ തകർത്തത്. സബലങ്കയുടെ ആദ്യ US ഓപ്പൺ കിരീട നേട്ടം. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് CPIഎമ്മുമായുള്ള